മകനെതിരായ കഞ്ചാവ് കേസിനെതിരെ നൽകിയ പരാതിയിൽ യു പ്രതിഭ MLA-യുടെ മൊഴിയെടുത്തു. മകൻ കനിവിന്റെയും മൊഴി രേഖപ്പെടുത്തി. എക്സൈസിന്റെ നടപടിയിൽ വീഴ്ചയുണ്ടായി എന്നാണ് MLA-യുടെ മൊഴി. മകനെ മനഃപൂർവ്വം കേസിൽ പ്രതിയാക്കി. ദേഹോപദ്രവത്തിൽ ഭയന്നാണ് മകൻ കുറ്റം സമ്മതിച്ചതെന്നും MLA മൊഴി നൽകി. ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ S. അശോക് കുമാറാണ് തകഴിയിലെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. ശരത് SS ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത് SS, വിവാദമായിരുന്നു ഈ യു പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടികൂടി എന്നൊരു വാർത്ത പുറത്തു വന്നപ്പോൾ അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഈ മകന്റെ കയ്യിൽ നിന്നല്ല, സുഹൃത്തുക്കളുടെ കൈകളിൽ നിന്നാണ് ലഹരി പിടികൂടിയത്. മകനെ പ്രതി ചേർത്തത് കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ യു പ്രതിഭ ആരോപണം ഉന്നയിച്ചു. എന്താണ് ഇന്നലെ സംഭവിച്ചത്? മൊഴിയിൽ എന്താണ് യു പ്രതിഭ അതേ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണോ? അരുൺകുമാർ, അതായത് നിലവിൽ ഇപ്പോൾ എക്സൈസ് ഇതിന്റെ MLA-യുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഇതിന്റെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്നലെ രാവിലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. രാത്രിയോടുകൂടിയാണ് യു പ്രതിഭ MLA-യുടെയും മകൻ കനിവിന്റെയും മൊഴി വീട്ടിലെത്തി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തകഴിയിലെ വീട്ടിലെത്തിയാണ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. MLA നേരത്തെ ഉന്നയിച്ച പരാതിയിൽ ഉന്നയിച്ച അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും മൊഴിയിലും പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സൈസ് നടപടിയിൽ വീഴ്ചയുണ്ട് എന്ന MLA-യുടെ ആരോപണം തന്നെയാണ് ഇന്നിപ്പോൾ എന്തായാലും ഇന്നലെ ഇപ്പോൾ മൊഴിയിലും MLA ആവർത്തിച്ചിട്ടുള്ളത്. അതായത് കഞ്ചാവ് ഉപയോഗിച്ചതിന് കേസെടുത്ത സംഭവത്തിൽ മെഡിക്കൽ പരിശോധന നടത്താതെയാണ് ഈ ഒരു കേസ് എടുത്തിട്ടുള്ളത്. ഒപ്പം മകനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. അത് ഭയന്നാണ് മകൻ ഈ ഒരു കുറ്റം ഉൾപ്പെടെ സമ്മതിക്കേണ്ട സാഹചര്യം വന്നത്. ലഹരി കൈവശം വെച്ചതായി മകനെ കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്നാണ് കണ്ടെത്തിയത്. മകനെ ഇതിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന MLA എന്ന കാര്യം തന്നെയാണ് MLA ഇപ്പോൾ എന്തായാലും എക്സൈസിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം MLA-യുടെ മകന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും MLA-യുടെ പരാതിയുള്ള അതേ ആരോപണം തന്നെയാണ് MLA ഇപ്പോൾ മൊഴിയിലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സൈസ് ഇപ്പോൾ മൊഴിയെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നടപടികൾ, അതായത് കൂടുതൽ പേരെ കൂടി പ്രതികരണത്തിലുണ്ടായിരുന്നു. 9 പേരാണ് കേസിൽ പ്രതികളുള്ളത്. ഇവരുടെ കൂടി വൈകാതെ തന്നെ ഇവരുടെ മൊഴി കൂടി നമുക്ക് ഈ ഉദ്യോഗസ്ഥരുടെ കൂടി പ്രതികരണം ആരായണം ശരത്ത്. കാരണം ഉദ്യോഗസ്ഥരുടെ മനോവികാരം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. മകനൊക്കെ ആയിരിക്കാം, പക്ഷെ മകൻ ചെന്നുവിടുന്ന കൂട്ടുകെട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്.